ഭയങ്കര ചൂടാല്ലേ? പപ്പ ഡ്രസ്സൊക്കെ മാറി പോയി കേട്ടോ, താഴെയുണ്ട്. അപ്പം നമുക്ക് സമയമായി വരുന്നു. അമ്പലത്തിലോട്ട് അവർ താലി പൂജിക്കാനൊക്കെ വേണ്ടി പോയേക്കോ കൊച്ചൊക്കെ. ആ അവരിപ്പോ പപ്പ പോയില്ല, കൊച്ചയും ഉണ്ണിച്ചേട്ടയും കൂടെ പോയി. ആ കല്യാണച്ചറൊക്കെ ഇപ്പൊ ഇവിടെ വരെ വന്നിട്ട് ഇറങ്ങിപ്പോയി കേട്ടോ. നല്ല കോസ്റ്റ്യൂമാണ്. ആ എല്ലാവരും പറഞ്ഞു അടിപൊളിയാന്ന് വീഡിയോ കണ്ടിട്ടേ. പിന്നെ റേറ്റും കാര്യങ്ങളെല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു. കൊച്ചിന് ചുമയാണോ? ചൂടാ. അമ്മയാണെങ്കിൽ സാരി കൊടുത്തിട്ടുണ്ട്. മുല്ലപ്പൂ ഉണ്ട്, വേണമെങ്കിൽ തലവേദന എടുക്കും അല്ലേ? ചിലർക്ക് പിടിക്കുകയില്ല. ചന്ദനം തൊടാൻ വേണമെന്നോ? വാ എന്നാ താട്ട്. ഞങ്ങളെയൊക്കെ കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിന് അച്ചായൻ പറയാ എന്നെയും കൂടെ ഒന്ന് കാണിക്കാം കേട്ടോ. വേണ്ടേ, ചെറുക്കൻ മാറിപ്പോകരുതെന്നൊക്കെയാണ് അമ്മാവന്മാര് പറയുന്നത്. അതെ അതെ, പക്ഷെ നല്ല രസമുണ്ടല്ലേ അമ്മ? മുണ്ടല്ലേ? അത് നിനക്ക് വണ്ണം ഇല്ലാത്തത് കൊണ്ടാ. പിന്നെ ഞാൻ ഹോസ്പിറ്റലില് ക്ഷീണിച്ചു പോയി. ചെയ്തിട്ട് നല്ല രസമുണ്ട്. പൊന്നുസേ നല്ല തോർച്ചയുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇന്നലെയൊക്കെ ഈ സമയത്ത് മഴയായിരുന്നു. പപ്പ പുറകെ വരുന്നുണ്ട്. നമ്മുടെ വണ്ടി ഇവിടെ കിടക്കട്ടെ അല്ലേ? ഇരുന്നു ഇരുന്നു. കുമാരനെല്ലൂർ അമ്പലത്തിൽ വെച്ച കേട്ടോ കല്യാണം. ഞാൻ ഇവിടെ എടുക്കാൻ തുടങ്ങുമായിരുന്നു. ഞങ്ങളെ വണ്ടി വല്ലേ വന്നേ. അമ്മ ഏത് വണ്ടിക്ക് വന്നേ? ഈ വണ്ടിക്കോ? ചെറുക്കൻ്റെ കൂടെ വന്നോ? എന്റെ അമ്മയെ കണ്ടെന്ന്. എന്റെ അമ്മ വരുന്നുണ്ട്. ചൂടല്ലേ? ചൂടാ, ഒരു രക്ഷയില്ല. കോട്ടയത്ത് നല്ല ചൂടാണ്. നടന്നു വരും. കൈ കൊണ്ട് ഞാൻ കളിച്ചാൽ മതി. കോടി ചെരുപ്പിന്റെ അതാ. പത്ത് മിനിറ്റ് ഉണ്ട് സമയം.
पवनज स्तुति पात्र पावन चरित्र पवनज स्तुति पात्र पावन चरित्र रवि सोमवर नेत्र रमणीय गात्र सीता कल्याण वैभोग में रामा कल्याण वैभोग में भक्तजन परिपाल भरित शरजाल भक्तजन परिपाल भरित शरजाल भुक्ति मुक्ति दलील भूदेव पाल सीता कल्याण वैभोग में राम कल्याण वैभोग में पवनज स्तुति पात्र पावन चरित्र रवि सोमवर नेत्र रमणीय गात्र सीता कल्याण वैभोग में राम कल्याण वैभोग में ഒരാള് കല്യാണം കഴിഞ്ഞ് തന്നെ നിന്ന് പ്രാർത്ഥിക്കുക കേട്ടോ. ഇതിനെ ഞാൻ കണ്ടുപോലില്ല. കുഞ്ഞു പൂച്ച. ചെറുക്കനും പെണ്ണിന്റെ വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട്. ഫോട്ടോഷൂട്ട് ഇപ്പൊ കൊള്ളത്തില്ല മുഖം പാടുവേ. ഇപ്പൊ കണ്ടോണ ഒരാളുടെ മുഖം പാടും. കൈ കയറ്റി വെക്കുന്ന നല്ല സുന്ദരന. ആ മുണ്ടൊരു ഇച്ചിരി സെറ്റാക്കി വെക്ക്. പാവാട പോലെ ഇരിക്കുന്നു. അപ്പൻ സഹിതം 3 ക്യാമറാമാൻ സദ്യ കഴിക്കാൻ വേണ്ടി പോവാ കേട്ടോ. കൂട്ടുമുറിക്കകത്തോട്ട് ഇടിച്ചു കയറുന്നുണ്ട് കൂട്ടമ്മ.
അത് ഇലയിട്ട് കറികളൊക്കെ വിളമ്പിയതേ ഉള്ളൂ. ആണോ? നമുക്ക് അടുത്ത ട്രിപ്പ് ഇരിക്കാം. ആണോ? അതല്ലേ അതിൻ്റെ ഒരു വിഞ്ഞാതം. വിളമ്പാൻ കൂടണോ? എന്നതാണ് ചവയ്ക്കുന്നേ? കുരുമുളക്. ചുമയാണോ? എല്ലാവരും വെയിറ്റിംഗ് കേട്ടോ. എന്റെ ഭാര്യയുടെ ഫോട്ടോ എന്ന് പറയുന്നുണ്ട്. കാണിച്ചേ. ആ സൂപ്പർ ഫോട്ടോ. ആക്ച്വലി നമ്മള് ഫോണിൽ പോസ്റ്റ് ചെയ്തിങ്ങനെ നിൽക്കുമല്ലോ, അപ്പൊ പപ്പ എന്നെ ഈ ഓപ്പോസിറ്റ് സൈഡിൽ വേറെ എവിടെയെങ്കിലും പോയി നിന്നിട്ട് നമ്മുടെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് എടുത്ത് വെക്കും. അപ്പൊ എടുത്ത് നല്ല സൂപ്പർ ഫോട്ടോ കിടപ്പുണ്ട്. ഫോണൊന്ന് ചെക്ക് ചെയ്യുമ്പോ അറിയാം എത്ര ചേച്ചിമാരുടെ ഫോട്ടോ കാണുന്നത്. അൺഎക്സ്പെക്ടഡ്. ഞങ്ങളുടെ സ്വന്തത്തിലും പിള്ളേരെ മാത്രം ഫോട്ടോ എടുക്കുന്നത്. ഞങ്ങളിവിടെ ഫുള്ള് തപ്പി. കൊച്ചച്ഛനും ചെയ്യുന്നത്. കൊച്ചച്ഛൻ ആയത്തുമ്പന്തി കയറി ഇത് കഴിക്കുക. ഇത് മൂന്നാമത്തെയാണോ? അയ്യോ, ഞാനും ചോദിച്ചു, ചിപ്പി നിന്റെ അച്ഛനെ കാണാതെ പോയില്ലായിരുന്നോ? പായസം തിന്നു. നമ്മളെല്ലാവരും തപ്പുമായിരുന്നു. നമ്മള് പാരമ്പര്യം കാത്ത്. നാലാമത്തെ പന്തിയ. ചേച്ചി എത്ര വർഷം കൂടിയാണ് സദ്യ കഴിക്കുന്നത്? ആ കഴിഞ്ഞ വർഷം അല്ലേ? ഇവക്ക് എന്നെ ഭാഗ്യമാണേ. എടി ഇവള് ലീവിന് വരുമ്പോ എല്ലാരും കല്യാണമാ. ആ ഭയങ്കര സൗണ്ടാ, കേൾക്കത്തില്ല. ഊട്ടൂര് കേട്ടോ. നെറ്റിയൊക്കെ വേഗം കുളിച്ചൊരു പഴപോയി. മേക്കപ്പ് എല്ലാം പോയല്ലോ എല്ലാവരെയും. ആഹാ നല്ല കിടക്കാച്ചി വാഴയില. സൂപ്പർ വാഴയിലല്ലേ? ആഹാ അടിപൊളിയല്ലേ? ശർക്കര വരട്ടി. അപ്പം ഈ വീഡിയോ നമ്മുടെ ഗൾഫിലുള്ളവർക്ക് വേണ്ടി സമർപ്പിക്കുന്നു കേട്ടോ. എന്നാ വെച്ച് കഴിഞ്ഞാൽ കുറേ പേര് ഇപ്പോൾ കല്യാണം വരെ ഫോണിലൂടെ വീഡിയോ കോൾ വിളിച്ച് കാണുന്ന അവസ്ഥയുണ്ട്. ഈയിടെ ഞാൻ കണ്ടു. നല്ല സൂചനയ്ക്കകത്ത് തന്നെയാണ്. എല്ലാം കൂടെ ഒരു 10,200 പേരുടെ ഫംഗ്ഷനാണ്. അപ്പം അത്രയും പേർക്കുള്ള ഇലയും കാര്യങ്ങളും എല്ലാവേ. അതെ, അത് നല്ല ഫ്രഷ് അല്ല, പഴയ തനിമയെല്ലാം നിലനിർത്തി. അതെ, ഊട്ടുപുരയല്ലേ? രണ്ട് ടൈപ്പ് അച്ചാറടി. മോളമ്മയും കുട്ടനും കൂടെ എല്ലാം ടേസ്റ്റ് ചെയ്ത് തുടങ്ങിയോ? അമ്മേനെ കാണത്തേ ഇല്ല. അമ്മേനെ ചെമ്പാവിൻ പുന്നെല്ലിൻ ചോറ്. ഓഹോ, ചേട്ടാ പരിപ്പ്. ചേട്ടാ നാടുക്കേ ആവട്ടെ. ക്ഷീണമാണോ? പാൽപ്പായസത്തിന്റെ ആണോ അടപ്പായസത്തിന്റെ ആണോ? ശ്രദ്ധിക്കാൻ വരുവാണോ?
ഞങ്ങൾ ഒന്നും വിളിക്കാതെ പോയില്ലേ? അത് രസം. അവിടെ സീറ്റ് പിടിച്ച് ഇരുന്ന് പോയി കഴിഞ്ഞാൽ ഫോൺ വിളിക്കാൻ പറ്റുമോ? വിളിച്ചാ ഞങ്ങൾ വരും. സീറ്റില്ലാതെ ഇങ്ങനെ വിളിക്കൂ. നിങ്ങൾക്ക് ഇനി എത്രയും പേര് ഒന്നിച്ചിരിക്കാനും ഇവിടെ ഇടയില്ലേ? ഞങ്ങൾ പോയി ചെറുക്കനെ പെണ്ണിനെ കൂടെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. നിങ്ങൾ എടുത്തോ? ആ, അങ്ങനെ തന്നെ വേണം. നമ്മുടെ കൂടെ വന്ന മുതലല്ലേ പോന്നെ. എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോന്നല്ലേ? നടന്ന് നടന്നു പോവാ. അവരുടെ കൂടെ വന്നവരൊക്കെ എന്ത് ചെയ്യും? അനീഷേട്ടൊക്കെ എല്ലാരും അങ്ങും ഇങ്ങും ഒക്കെ ആയിട്ടുണ്ട്. ഇവിടെ ഇഷ്ടം പോലെ വിശാലമായ സ്ഥലമല്ലേ അല്ലേ? നിരന്നിരിക്കും കേട്ടോ. പെണ്ണും ചെറുക്കനോട് എല്ലാവരുടെയും കൂടെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഫോട്ടോ ഫ്രെയിമാ, ഫോട്ടോ ഫ്രെയിം. അച്ചുവേട്ടനോട് പഠിച്ചവരാ, പഠിച്ച പിള്ളേർ, കൂട്ടുകാരെ. അപ്പം ഞങ്ങൾ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. ഇനി ഒരമണിക്കൂറിനുള്ളിൽ ചെക്കനും പെണ്ണും കൂടെ വീട്ടിലോട്ട് വരും. അപ്പത്തേനും വീട്ടിൽ പോയി വീട്ടിലെ അറേഞ്ച്മെന്റ് എല്ലാം ചെയ്യണം. അതെ, വീട്ടിലെ അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്യണം. മൊത്തത്തിൽ ഉഴപ്പി കേട്ടോ. കാരണം നമ്മള് ചൂടാ, ഭയങ്കര ചൂടായിരുന്നു. അപ്പൊ അവിടുത്തെ അച്ഛൻ പറഞ്ഞു ഒരു വണ്ടി ആൾക്കാർ പെട്ടെന്ന് തന്നെ പോട്ടെല്ലാം അറേഞ്ച് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അല്ലേ, നമുക്ക് പോയേക്കാം. ക്ഷീണമാണോ? കൊച്ചു കറങ്ങോ? കറങ്ങ. ഇവള് കറങ്ങുവാണോ? കൊച്ചു കറങ്ങുന്നുണ്ടോ? എടോ ഇടതോട്ടല്ലോ, വലതോട്ട്. വല്യപ്പന്റെ പാരമ്പര്യ. ഇത് ബാഗ് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടത്. നമുക്കങ്ങ് പോയാലോ ശാന്തിയപ്പച്ചിന്റെ കൂടെ? വാ, വീട്ടിലോട്ട് പോയേക്കാം. അമ്മ രാധമേനെ വിളിക്കും കേട്ടോ. ചുമന്ന് തൊടുത്ത് വെയിലുണ്ട്, ക്ഷീണമായി. കൊച്ചച്ച അവിടെ ഇരുന്നേ, നമ്മളെല്ലാരും വന്നതിന് പതുക്കെ എണ്ണീറ്റ് പോരുക. വാ പോകാം. ഈ കസാര എല്ലാം പറക്കി മാറ്റിയിട്ട് ചായ ഉണ്ടെന്ന് നോക്കണോ? ചായ ഇല്ല. നമ്മളെല്ലാരും ഈ ഡ്രസ്സിൽ തന്നെയാണോ? അവര് പറയട്ടെ, വന്നു കഴിഞ്ഞിട്ട് പെണ്ണിനെ നമുക്ക് സ്വീകരിച്ച്. നിങ്ങള് മാറണ്ട. ഞാൻ ഈ മുല്ലപ്പൂ ഒക്കെ കളഞ്ഞാൽ തലമുടിയൊക്കെ ഒന്ന് പൊക്കി കിട്ടിയോ? മറ്റേ ഞങ്ങൾ എങ്ങനെ പോയതാ? തീയും വന്നില്ല, ജ്യോതിയും വന്നില്ല. ജ്യോതിയും വന്നില്ല, തീയും വന്നില്ല. എല്ലാ ഉടുപ്പും പൊക്കി പിടിച്ചാ പോന്നെ. സത്യം, ഇതിന് ഇറക്കക്കൂടല്ലേ? കല്യാണത്തിന് ജീൻസ് ഷർട്ട് വരുന്ന സിസ്റ്റം കൂടെ കൊണ്ടുവരണം കേട്ടോ. അത് കേട്ടോണ്ട് നടന്നിട്ട് ഞങ്ങൾക്ക് ഇതൊക്കെ. പക്ഷെ അത് ഇട്ട് കഴിഞ്ഞാൽ ആ ചെറുക്കന്റെ കൂടെ നിങ്ങള് കസിൻസ് ഒക്കെ നിക്കുമ്പോ അവർ എടുപ്പ് കിട്ടുക. നമ്മളെ ചിപ്പിയും മാളും ഒക്കെ നല്ല എന്നാ ഒരുപോലെ ഇരട്ടാള് നിൽക്കുന്നേ. മുണ്ട് പറഞ്ഞു പോവുകയാണ്. ചൂടാണ്. ഓടി വന്നത് ഉടുപ്പൊക്കെ ഊരിയിട്ട്. ഇനി ചെറുക്കനും പെണ്ണും വരാൻ വെയിറ്റ് ചെയ്യുവാണ്. അവര് വന്ന് കേറി കഴിഞ്ഞിട്ട് ഷർട്ട് മാറാന്ന് ഞാൻ പറഞ്ഞോണ്ട് കുർത്ത മാറാതെ നിക്കുവാണ്. പിന്നെ ഖാദികന്മാരുടെ ലുക്കുണ്ട്. ആ, അതെ. മതി വാ. ആദ്യം ഫോട്ടോഗ്രാഫർ
ഫോട്ടോഗ്രാഫർ വെറുതെ കഴിഞ്ഞു. ഇപ്പൊ കല്യാണ പെണ്ണും ചെറുക്കനും കൂടെ ഞങ്ങളെ യാത്രയാക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പം ഞങ്ങൾ നേരെ ഉപ്പുതറയിലോട്ട് പോവാണ്.